Hello friends, welcome to SAC Centers Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് ദിസ് വീഡിയോ. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ മണി ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 1 ആണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, ദ മെയിൻ ടോപ്പിക്സ്, ബാർട്ടർ സിസ്റ്റം, പിന്നീട് ആ ബാർട്ടർ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ടുവന്ന മണിയും അതിന്റെ ഫങ്ഷൻസ് ഓഫ് മണി, പിന്നെ ആ മണി കൈകാര്യം ചെയ്യുന്ന വിവിധ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ന്യൂ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ബാർട്ടർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊക്കെ വെരി സിമ്പിൾ ആണ്. എന്താണ്? ഒരു ആപ്പിൾ കൊടുത്തിട്ട് പഴം വാങ്ങിക്കുന്നു, കണ്ടോ? അതായത് ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്താണ് പണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നതും വിറ്റിരുന്നതും. അതിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞത്. ടു ട്രേഡ് ബൈ എക്സ്ചേഞ്ചിങ് വൺ ഗുഡ് ഫോർ അനദർ. വെരി സിമ്പിൾ. ദിസ് ഈസ് നോൺ ആസ് ബാർട്ടർ system, barter സമ്പ്രദായം. A barter system is an old method of exchange. പഴയ കാലഘട്ടങ്ങളിൽ കുറേ നാൾ ഉപയോഗിച്ചിരുന്നതാണ്. The system has been used for centuries and long before money was invented. പണം ഉണ്ടാവുന്നതിന് മുന്നേ ഒരുപാട് കാലഘട്ടങ്ങളിൽ നമ്മൾ ബാർട്ടർ സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ബാർട്ടർ സിസ്റ്റം ഉപയോഗിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണുമല്ലേ, ഒരു ലിമിറ്റേഷൻസ്. അതിനെ ഓവർകം ചെയ്തപ്പോഴാണ് മണി ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആദ്യം മണി എങ്ങനെ ഉണ്ടായി, മണിയുടെ ഫങ്ഷൻസ് എന്നൊക്കെ പഠിക്കുന്നതിന് മുന്നേ ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മ എന്തായിരുന്നു എന്നൊന്ന് പഠിക്കണം. ആ പോരായ്മ എങ്ങനെയാണ് മണി അതിനെ കവർ ചെയ്തത് എന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മണിയുടെ ഫങ്ഷൻസ് എന്നുള്ളത് പിന്നെ പഠിക്കേണ്ട എളുപ്പമായി. ഓക്കെ, നോക്കാം. ഇൻ ബാർട്ടർ സിസ്റ്റം പീപ്പിൾ എക്സ്ചേഞ്ച് സർവീസ് ആൻഡ് ഗുഡ്സ് for other services and goods in return. ഇവിടെ നമ്മൾ വിചാരിക്കും സാധനങ്ങൾ മാത്രം കൈമാറിയെന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ടീച്ചേഴ്സ് ട്യൂഷനൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കുക, എന്ത് കൊടുക്കും അവർക്ക് പകരം? കാശ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പഠിപ്പിക്കുന്നതൊക്കെ സർവീസാണ്. എന്താണ്? സർവീസ്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും ഗുഡ്സ് മാത്രമാണ് കൊടുക്കണത് വാങ്ങിക്കണേന്ന്. അങ്ങനെയല്ല, സർവീസസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ നോക്കിയാൽ എന്താണ്? അത് സർവീസാണ് അല്ലേ? വൈദ്യന് കൊടുക്കുന്നത് സർവീസ് ആയിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ തേങ്ങയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് സർവീസാണ് അല്ലേ? ഇപ്പോൾ ഗുഡ്സ് മാത്രമല്ല, ചക്കക്ക് പകരം മാങ്ങ, മാങ്ങക്ക് പകരം തേങ്ങ, അങ്ങനെ മാത്രമല്ല, സർവീസസിന് പകരവും സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സർവീസിന് പകരം സർവീസ് തന്നെ കൊടുത്തുന്നിരിക്കാം. ഓക്കെ, അതാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. ലിമിറ്റേഷൻസ് ഓഫ് ദി ബാർട്ടർ സിസ്റ്റം. എന്തെല്ലാം പോരായ്മകളായിരുന്നു ബാർട്ടർ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നത് നോക്കാം. 1. ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. രണ്ട് ആവശ്യങ്ങൾ തമ്മിലുള്ള ഒത്തുചേരായ്മ. ഞാൻ പഴം വെക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് പഴം വേണ്ട, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പഴം 2 ദിവസം കഴിയുമ്പോൾ ചീത്തയായി പോകും. അപ്പൊ ഇന്ന് തന്നെ വിൽക്കണം. ഞാൻ കൊണ്ടുവന്നേക്കണ പഴം ആർക്കും വേണ്ട, കാരണം അവർക്ക് വേണ്ട സാധനം എൻ്റെ കയ്യിലും ഇല്ല. അപ്പൊ അത് ഭയങ്കര പ്രശ്നമാവില്ലേ? അതാണ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ബാർട്ടർ സിസ്റ്റം ക്യാൻ വർക്ക് ഓൺലി വെൻ ബോത്ത് ദ ബയർ ആൻഡ് ദ സെല്ലർ ആർ റെഡി ടു എക്സ്ചേഞ്ച് ഈച്ച് അതേഴ്സ് ഗുഡ്. രണ്ടുപേരും പരസ്പരം കൈമാറ്റം ചെയ്താൽ മാത്രമേ ഈ ബാർട്ടർ സിസ്റ്റം എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ ക്യാൻ എക്സ്ചേഞ്ച് ഗുഡ്സ് വിത്ത് ബി. എ ബിക്ക് സാധനങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. ഓൺലി വെൻ, എപ്പോൾ മാത്രം? A has what B wants. ബിക്ക് ആവശ്യമുള്ള സാധനം എയിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ എ എന്ത് കൊടുക്കുള്ളൂ? ബിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ബി വാങ്ങിക്കുള്ളൂ. ആൻഡ് ബി ഹാസ് വാട്ട് എ വാണ്ട്സ്. അതായത് എക്ക് വേണ്ട ആവശ്യം ബിയുടെ കയ്യിലുണ്ടാവണം, ബിക്ക് വേണ്ട കാര്യം എയുടെ കയ്യിലുണ്ടാവണം. ഹൗവർ സച്ച് ഡബിൾ കോയിൻസിഡൻസ് ഇസ് വെരി റെയർ. അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? ഓക്കെ. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻ, the difficult to estimate the value of commodity. സാധനങ്ങളുടെ മൂല്യം നമുക്ക് കണക്കാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. എന്താണ് എൻ്റെ അർത്ഥം? All commodities are not equal value.
മനസ്സിലായോ? 1 കിലോ തേങ്ങയും 1 കിലോ പഴവും 1 കിലോ അരിയും ഒരേ വിലയാണോ? അല്ല. ആൻഡ് ദർ ഈസ് നോ കോമൺ മെഷർ. അതിനെ മെഷർ ചെയ്യാനായിട്ട് ഇന്നത്തെ പോലെ മണി ഇല്ല, യൂണിറ്റ് ഇല്ല ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ വിച്ച് എക്സ്ചേഞ്ച് റേഷ്യോസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 1 കിലോ അരിക്ക് പകരം എത്ര തേങ്ങ തരണം എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. മനസ്സിലായോ? ഇഫ് എ ഹാസ് വീറ്റ്, എയുടെ കയ്യിൽ ഗോതമ്പുണ്ട്, ബി ഹാസ് റൈസ്, ബിയുടെ കയ്യിൽ അരിയുണ്ട്, then it is difficult to decide. തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തിന്? How much wheat is needed to exchange with 1 kilogram of rice. 1 കിലോഗ്രാം അരിക്ക് എത്രത്തോളം ഗോതമ്പ് കൊടുക്കണം എന്ന് എങ്ങനെ തീരുമാനിക്കും? 1 കിലോ ഗോതമ്പും 1 കിലോ അരിയും ഒരേ വിലയാണോ? അല്ല. അപ്പോൾ അതാണ് the difficult to estimate the value of commodity. കമ്മോഡിറ്റി സാധനങ്ങളുടെ മൂല്യം കണക്കാക്കുന്നതിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്. അതായിരുന്നു രണ്ടാമത്തെ ലിമിറ്റേഷൻ. ഓക്കെ, ക്ലിയർ? ദെൻ വാട്ട് ഈസ് തേർഡ് വൺ? സാർ എത്ര എണ്ണമുണ്ട്? 4 എണ്ണേ ഉള്ളൂ കേട്ടോ. ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ, സ്വത്ത് സൂക്ഷിക്കുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇത് വെരി സിമ്പിൾ ആണ്. എൻ്റെ കയ്യിൽ 2 ചാക്ക് നിറച്ച് എന്താണ് ഞാൻ കുറേ ആപ്പിള് സൂക്ഷിച്ചു വെച്ചു. 1 വർഷം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറേ പണമുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ട് ഇട്ടൂടെ? സൂക്ഷിച്ചു വെക്കാലോ. പക്ഷേ അന്ന് സാധനങ്ങൾ സ്വത്തായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല, വിറ്റ് കളയണം, അല്ലെങ്കിൽ അത് ചീത്തയായിപ്പോ. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു സ്റ്റോർ വെൽത്ത് ഫോർ ഫ്യൂച്ചർ യൂസ്. കണ്ടോ? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ്, എല്ലാവരും അല്ല കേട്ടോ, മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ലൈക്ക് വീറ്റ്, ഗോതമ്പ്, അരി, വെജിറ്റബിൾസ്, പച്ചക്കറി ഡു നോട്ട് പോസസ് ഡ്യൂറബിലിറ്റി. അതായത് അത് കുറെ നാൾ നിൽക്കൂലെന്ന്. ദെയർ ക്വാളിറ്റി ഡിറ്ററേറ്റ്സ് വിത്ത് പാസേജ് ഓഫ് ടൈം. സമയം പോകുന്തോറും എന്ത് സംഭവിക്കും? അവരുടെ ക്വാളിറ്റി കുറഞ്ഞു പോകും. സ്റ്റോറേജ് ഓഫ് ഗുഡ് റിക്കോർഡ്സ് ടൈം ആൻഡ് എഫോർട്സ്. കുറേ സ്ഥലം വേണം, എന്താണ് സൂക്ഷിച്ചു വെക്കാനായിട്ട്, സമയം വേണം എടുത്തു വെക്കാനായിട്ട്. ഇപ്പം അതൊക്കെ ഒക്കെ ആവശ്യമുണ്ടോ? ബാങ്കിൽ കൊണ്ട് അങ്ങനെ ഇട്ടാൽ പോരെ? ആൻഡ് ആസ് എ റിസൾട്ട് ഗുഡ്സ് കനോട്ട് ബി യൂസ്ഡ് ടു സ്റ്റോർ ദ ഏർണിങ്സ് ഫോർ എ ലോങ് പീരീഡ്. ഒരുപാട് കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റൂല. ഇപ്പം നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 10 വർഷത്തേക്കൊക്കെ. പക്ഷെ അന്ന് നമുക്ക് അതുപോലെ അങ്ങനെ ചെയ്യാനുള്ള എന്താണ് സിറ്റുവേഷൻ ഇല്ല കേട്ടോ. എപ്പോഴാണ് ബാർട്ടർ സിസ്റ്റം വരുന്നത്? ബിഫോർ മണി വാസ് ഇൻവെന്റഡ്. മണി കൊണ്ടുവരുന്നതിന് മുന്നുള്ള കേസാണ് പറയുന്നത് കേട്ടോ. നാലാമത്തെ ലിമിറ്റേഷനാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. 4 എണ്ണേ ഉള്ളൂ കേട്ടോ, 5 എണ്ണം ഇല്ല. ഭാവിയിൽ നടത്താനുള്ള അടവുകൾക്കായുള്ള ബുദ്ധിമുട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു 10,000 രൂപ ഒരാളുടെ നിന്ന് കടം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിൽ കൊടുക്കുമ്പോൾ 10,000 രൂപയായിട്ട് തന്നെ കൊടുത്താൽ പോരെ? പക്ഷെ അന്ന് അങ്ങനെയല്ല. സാധനങ്ങൾ കടം വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അത് എത്രത്തോളം കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. കോൺട്രാക്ട്സ് ഇൻവോൾവിംഗ് ഫ്യൂച്ചർ പേയ്മെന്റ്സ് ടു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കാനോട്ട് ടേക്ക് പ്ലേസ്. അതായത് ദ ബോറോവർ മേ നോട്ട് ഏബിൾ ടു അറേഞ്ച് ഗുഡ്സ് ഓഫ് എക്സാക്ട്ലി സെയിം ക്വാളിറ്റി അറ്റ് ദ ടൈം ഓഫ് റീപേയ്മെന്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു 2 ചാക്ക് മാങ്ങ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ 1 ചാക്ക് തേങ്ങ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, തേങ്ങ തന്നു. എന്നിട്ട് മാങ്ങ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു മാങ്ങ ഞങ്ങൾ അടുത്ത സീസണിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ മാങ്ങക്ക് ഇപ്പോഴുള്ള വില സീസണിലാവുമ്പോൾ വില കുറയും. കാരണം എല്ലാവരുടെയും കയ്യിൽ മാങ്ങ ഉണ്ടാവും. അപ്പോൾ മാങ്ങയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ അതൊരു ഫ്യൂച്ചർ പേയ്മെന്റ് ആയിട്ട്, കടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന സാധനങ്ങൾ ഭാവിയിൽ നൽകാനോ അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിക്കാനോ പറ്റില്ല. മനസ്സിലായോ? ഞാൻ കറക്റ്റ് സമയത്ത് അത്രയും മാങ്ങ കിട്ടണം എന്നില്ല. അപ്പോൾ ദ ബോറോവർ, വാങ്ങിക്കുന്ന ആള്, മേ നോട്ട് ഏബിൾ ടു അറേഞ്ച് ഗുഡ്സ്. കടം വാങ്ങിക്കുന്ന ആള് ആ കറക്റ്റ് സമയത്ത് അത്രയും തന്നെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ തേങ്ങ കടം വാങ്ങിച്ചിട്ട് വീണ്ടും അത്രയും തേങ്ങ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരത്തില്ല. സോ there may be conflicts regarding which specific commodity is to be used for repayment. ചിലപ്പോൾ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരം തരാൻ എന്താണുള്ളത് എന്നുള്ളത് തമ്മിൽ ഇപ്പോൾ തർക്കം വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ റീപേയ്മെന്റ് ആയിട്ട് തരുന്നത് മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ പറയും മാങ്ങ പറ്റൂല, ഇത്രയും മാങ്ങ പോരാ. മനസ്സിലായോ? ഞാൻ തന്നു തേങ്ങയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര തർക്കവും. മനസ്സിലായോ? അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് ദ ബാർട്ടർ സിസ്റ്റത്തിൽ നാലാമത്തെ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, ഭാവിയിൽ നടത്താനുള്ള അടവുകൾക്കായുള്ള ബുദ്ധിമുട്ട്. ദ കോമോഡിറ്റി ടു ബി റീപെയ്ഡ് മേ ലോസ് ഓർ ഗെയിൻ ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് റീപേയ്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വാങ്ങിച്ച അത്രയും വില ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പോൾ തേങ്ങയുടെ സീസൺ ആണെങ്കിൽ, ഒരുപാട് തേങ്ങകളുള്ള സമയമാണെങ്കിൽ വാങ്ങിച്ചപ്പോൾ തേങ്ങ ഇല്ലാത്ത സമയമായിരുന്നു, അപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു തേങ്ങയ്ക്ക്. അതായത് നല്ല ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം ഡിമാൻഡ് ഇല്ല തിരിച്ചു കൊടുക്കുമ്പോൾ.
അന്ന് വാങ്ങിച്ചപ്പോൾ 5 തേങ്ങ വാങ്ങിച്ചത് ഒരു കണക്കിനാണ്. ഇന്ന് എൻ്റെ കയ്യിൽ 100 തേങ്ങ ഉണ്ട്, അത് സിമ്പിളായിട്ട് കൊടുക്കുക 5 തേങ്ങ. അപ്പോൾ അത് കിട്ടണൊക്കെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അതിൻ്റെ വില, കമ്മോഡിറ്റിയുടെ വില എന്താണ്, ചിലപ്പോൾ റീപേയ്മെൻറ്റ് സമയത്ത് വ്യതിയാനം വരും അതിൻ്റെ വാല്യൂവിൽ. So these are the limitations of the barter system. What are they? First one, lack of double coincidence of wants. രണ്ട് ആവശ്യങ്ങൾ തമ്മിലുള്ള ഒത്തുചേരായ്മ. സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ടു പേർക്കും ആവശ്യമുള്ളത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. 2, the difficult to estimate the value of commodity. ആ കൊമ്മോഡിറ്റിയുടെ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അതായത് 1 കിലോ അരിക്ക് എന്തോരം ഗോതമ്പ് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അടുത്തത് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. സാധനങ്ങൾ ചീത്തയായി പോകും, വെജിറ്റബിളൊക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. പിന്നെന്താണ്, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. ഭാവിയിൽ നമുക്ക് നടത്തിക്കൊണ്ടു പോവാം അല്ലെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞ് കടം വാങ്ങിച്ച് അങ്ങനെ നമുക്ക് ഇത് ഈ ബാർട്ടർ സിസ്റ്റത്തിലെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് ലാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഈ 4 ഡിഫിക്കൽട്ടീസ്, 4 ലിമിറ്റേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ആര് വരുന്നത്, മണി. മനസ്സിലായോ? അപ്പോൾ എന്തായിരുന്നു ആ മണി, എങ്ങനെയാണ് ഈ 4 പേരെയും കവർ ചെയ്തത്? അപ്പോൾ 4 ഫങ്ഷൻസ് മണിക്ക് ഉണ്ടാവുമല്ലോ ഇല്ലേ, 4 ധർമ്മങ്ങൾ. ആ 4 ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, പ്ലീസ് വിസിറ്റ് പാർട്ട് 2. ക്ലിയർ? താങ്ക് യു once again. Please subscribe to our YouTube channel for new updated videos.